യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. 100 മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയ ഏത് വേദനസംഹാരിയുടെ ഉത്പാദനവും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? നിമെസുലൈഡ്. 2020-ലെ ഇന്ത്യ-ചൈന അതിർത്തിയിലെ ഗാൽവൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ബാറ്റിൽ ഓഫ് ഗാൽവൻ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിത ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? കനൽ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ്? കൊൽക്കത്ത, ഗുവാഹത്തി. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ സൊഹറാൻ മംദാനി. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ശ്രീകുമാർ ജി പിള്ള. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ 2025-ലെ ഏഷ്യൻ പ്രൈസിന് അർഹമായ അഞ്ജന മേനോൻ രചിച്ച കൃതി റോസമ്മാസ് ബോയ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര്? എയർ മാർഷൽ നാഗേഷ് കപൂർ.